ഇന്ത്യൻ ഭരണഘടനയ്ക്ക് 75 വയസ്സ്. ഭരണഘടനയുടെ പ്രാധാന്യവും മഹത്വവും വിളിച്ചോതി ഭരണഘടനാ ദിനം രാജ്യം വിപുലമായി ആഘോഷിച്ചു. ഭരണഘടനാ ശില്പികൾക്കുള്ള ശ്രദ്ധാഞ്ജലി കൂടിയാണ് സംവിധാൻ ദിവസ്. പാർലമെന്റ് ഹൌസിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്തു. രാജ്യം നടത്തിയ മുന്നേറ്റങ്ങൾക്ക് പിന്നിൽ ഭരണഘടനയാണെന്ന് പാർലമെന്റിന്റെ ഇരുസഭകളിലെയും അംഗങ്ങളെ അഭിസംബോധന ചെയ്ത രാഷ്ട്രപതി പറഞ്ഞു. ഇന്ത്യൻ ഭരണഘടന മുന്നോട്ട് വയ്ക്കുന്ന മൂല്യങ്ങൾ അടയാളപ്പെടുത്തുന്നതായിരുന്നു ഇത്തവണത്തെ ഭരണഘടനാ ദിനാഘോഷം. അടുത്ത വർഷം നവംബർ 26 വരെ നീണ്ടുനിൽക്കുന്ന വിപുലമായ ആഘോഷങ്ങൾക്കാണ് രാജ്യത്ത് തുടക്കമായിരിക്കുന്നത്. നവംബർ 26 ഭരണഘടനാ അസംബ്ലി ഇന്ത്യൻ ഭരണഘടന അംഗീകരിച്ചതിന്റെ സ്മരണയ്ക്കായാണ് രാജ്യം എല്ലാ വർഷവും ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നത്. പൌരന്മാർക്കിടയിൽ ഭരണഘടനാ മൂല്യങ്ങൾ പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ നവംബർ 26 ഭരണഘടനാ ദിനമായി ആചരിക്കുമെന്ന് 2015 മെയ് മാസത്തിലാണ് കേന്ദ്ര മന്ത്രിസഭ പ്രഖ്യാപിച്ചത്. ഭരണഘടനയുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന BR അംബേദ്കറുടെ 125ാം ജന്മവാർഷികം കൂടിയായിരുന്നു 2015. 1946 ഡിസംബർ 9 ഭരണഘടനാ അസംബ്ലിയുടെ ആദ്യ യോഗം ചേരുന്നത്. തുടക്കത്തിൽ 389 അംഗങ്ങളുണ്ടായിരുന്ന ഭരണഘടനാ അസംബ്ലി സ്വാതന്ത്ര്യത്തിനും ഇന്ത്യാ വിഭജനത്തിനും ശേഷം 299 കുറഞ്ഞു. 3 വർഷമെടുത്താണ് ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത്. മറ്റ് രാജ്യങ്ങളിലെ ഭരണഘടനകൾ ഉൾപ്പെടെ നിരവധി സ്രോതസ്സുകളെ അടിസ്ഥാനപ്പെടുത്തി ആ സമയത്ത് ഇന്ത്യയ്ക്ക് ആവശ്യമായ വ്യവസ്ഥകൾ ക്രമീകരിച്ച് അനുയോജ്യമായ ഭേദഗതികൾ വരുത്തിയാണ് നമ്മുടെ ഭരണഘടനയുടെ കരട് തയ്യാറാക്കിയത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ഇതിലെ പ്രധാന സ്രോതസ്സായിരുന്നു. അക്കാലത്ത് ബ്രിട്ടീഷ് പാർലമെന്റിൽ പാസാക്കിയ ഏറ്റവും ദൈർഘ്യമേറിയ നിയമനിർമ്മാണങ്ങളിൽ ഒന്നായിരുന്നു ഇത്. 1946 ഡിസംബർ 13 ജവഹർലാൽ നെഹ്റു മുന്നോട്ടുവെച്ച ഒബ്ജക്റ്റീവ് റെസല്യൂഷനായിരുന്നു ഇന്ത്യൻ ഭരണഘടനയുടെ ആമുഖത്തിന്റെ അടിസ്ഥാനം. ഭരണഘടനാ ശില്പികളെ സ്മരിക്കാനും ഭരണഘടനയുടെ മൂല്യങ്ങളെക്കുറിച്ച് പൌരന്മാരിൽ ബോധവൽക്കരണം ഉണ്ടാക്കാനും ലക്ഷ്യമിട്ടാണ് രാജ്യം എല്ലാ വർഷവും നവംബർ 26 ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നത്. ഈ വർഷം പാർലമെന്റ് ഹൌസിന്റെ സെൻട്രൽ ഹാളിൽ നടന്ന ഭരണഘടനയുടെ 75ാം വാർഷികാഘോഷ പരിപാടിയിൽ രാഷ്ട്രപതി ദ്രൗപദി മുർമു പങ്കെടുത്തു. ഒരു പുതിയ സ്വതന്ത്ര രാജ്യത്തിനായി ഭരണഘടന രൂപീകരിക്കുക എന്ന ബൃഹത്തായ ദൌത്യം 75 വർഷങ്ങൾക്ക് മുൻപ് ഭരണഘടനാ അസംബ്ലി പൂർത്തീകരിച്ചതും ഇതേ സെൻട്രൽ ഹാളിൽ വെച്ചാണെന്നത് ചരിത്രം. നമ്മുടെ ജനാധിപത്യ റിപ്പബ്ലിക്കിന്റെ ശക്തമായ അടിത്തറയാണ് ഭരണഘടനയെന്ന് രാഷ്ട്രപതി പറഞ്ഞു. അത് നമ്മുടെ കൂട്ടായതും വ്യക്തിപരവുമായ അന്തസ്സ് ഉറപ്പാക്കുന്നു. സ്വാതന്ത്ര്യത്തിന്റെ 75 വർഷങ്ങൾ പൂർത്തിയാകുന്ന വേളയിൽ എല്ലാ പൌരന്മാരും ആസാദി കാ അമൃത് മഹോത്സവ് ആഘോഷിച്ചു. അടുത്ത വർഷം ജനുവരി 26 നമ്മുടെ റിപ്പബ്ലിക്കിന്റെ 75ാം വാർഷികവും ആഘോഷിക്കും. ഇതുവരെയുള്ള രാജ്യത്തിന്റെ പ്രയാണത്തെ വിലയിരുത്താനും മുന്നോട്ടുള്ള നീക്കങ്ങൾ ആസൂത്രണം ചെയ്യാനും ഇത്തരം ആഘോഷങ്ങൾ നമുക്ക് അവസരമൊരുക്കുന്നതായി രാഷ്ട്രപതി പറഞ്ഞു. संविधान दिवस के पावन अवसर पर आप सभी के बीच आकर मुझे हार्दिक प्रसन्नता हो रही। संविधान हमारे देश का सबसे पवित्र ग्रंथ है. आज हम सब एक ऐतिहासिक अवसर के भागीदार भी बन रहे हैं और साक्षी भी. 75 वर्ष पहले संविधान सदन के इसी केंद्रीय कक्ष में आज ही के दिन संविधान सभा ने नवस्वाधीन देश के लिए संविधान निर्माण का बहुत बड़ा कार्य संपन्न किया था. उस दिन संविधान सभा के माध्यम से हम भारत के लोगों ने इस संविधान को अपनाया, अधिनियमित किया और आत्मार्पित किया था. हमारे संविधान हमारे लोकतांत्रिक गणतंत्र की सुदृढ़ आधारशिला है. हमारा संविधान हमारे सामूहिक और व्यक्तिगत स्वाभिमान को सुनिश्चित करता है. മഹത്തായ ചിന്തകരുടെ 3 വർഷത്തോളം നീണ്ട ആലോചനകളുടെ ഫലമാണ് ഇന്ത്യൻ ഭരണഘടന. പക്ഷേ ഒരർത്ഥത്തിൽ അത് നമ്മുടെ സുദീർഘമായ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഫലമായിരുന്നു. സമാനതകളില്ലാത്ത ആ ദേശീയ പ്രസ്ഥാനത്തിന്റെ ആദർശങ്ങളായ നീതി, സ്വാതന്ത്ര്യം, സമത്വം, സാഹോദര്യം എന്നിവയുടെ ആദർശങ്ങൾ ഭരണഘടനയുടെ ആമുഖത്തിൽ സംക്ഷിപ്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഭരണ സംവിധാനം, നിയമനിർമ്മാണം, നീതി നിർവഹണം എന്നിവയ്ക്കൊപ്പം എല്ലാ പൌരന്മാരുടെയും സജീവ പങ്കാളിത്തത്തിൽ നിന്നാണ് നമ്മുടെ ഭരണഘടനാ ആദർശങ്ങൾക്ക് ശക്തി ലഭിക്കുന്നത്. ഓരോ പൌരന്റെയും മൌലിക കർത്തവ്യങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ വ്യക്തമായി പ്രതിപാദിപ്പിച്ചിട്ടുണ്ട്. ഭരണഘടനയുടെ ആത്മാവിന് അനുസൃതമായി സാധാരണക്കാരുടെ ജീവിതം മികച്ചതാക്കുന്നതിന് ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടത് ഭരണ, നിയമനിർമ്മാണ, നീതി നിർവഹണ സംവിധാനങ്ങളുടെ ഉത്തരവാദിത്തമാണ്. പാർലമെന്റ് നടപ്പിലാക്കിയ നിരവധി നിയമനിർമ്മാണങ്ങളിൽ ജനങ്ങളുടെ അഭിലാഷങ്ങൾ പ്രകടമാണ്. കഴിഞ്ഞ കുറച്ചു വർഷങ്ങളായി സമൂഹത്തിലെ എല്ലാ വിഭാഗങ്ങളുടെയും, പ്രത്യേകിച്ച് ദുർബല വിഭാഗങ്ങളുടെ വികസനത്തിന് ഗവൺമെന്റ് നിരവധി നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് രാഷ്ട്രപതി പറഞ്ഞു. पिछले कुछ वर्षों के दौरान सरकार ने समाज के सभी वर्गों, विशेषकर कमजोर वर्गों के लोगों के विकास के लिए अनेक कदम उठाए हैं. ऐसे निर्णयों से लोगों का जीवन बेहतर हुआ है तथा उन्हें प्रगति के नए अवसर मिल रहे हैं. गरीब लोगों का अपना पक्का घर मिल रहा है, बिजली, पानी, सड़क की सुविधा मिल रही है, खाद्य सुरक्षा और चिकित्सा सेवाएं मिल रही है. देश में बड़े पैमाने पर विश्व स्तर का इंफ्रास्ट्रक्चर बनाया जा रहा है. समग्र और समावेशी विकास के ऐसे अनेक प्रयास हमारे संवैधानिक आदर्शों को आगे बढ़ाते हैं. इस प्रयासों के लिए मैं सरकार की सराहना करती हूँ. ഇത്തരം തീരുമാനങ്ങൾ ജനങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുകയും വികസനത്തിന് പുതിയ അവസരങ്ങൾ നൽകുകയും ചെയ്യുന്നു. സുപ്രീം കോടതിയുടെ ഇടപെടലിൽ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയെ കൂടുതൽ കാര്യക്ഷമമാക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നതിലും ദ്രൗപദി മുർമു സംതൃപ്തി രേഖപ്പെടുത്തി. നമ്മുടെ ഭരണഘടന ജീവനുള്ളതും പുരോഗമനപരവുമായ രേഖയാണ്. മാറുന്ന കാലത്തിന്റെ ആവശ്യങ്ങൾക്കനുസരിച്ച് പുതിയ ആശയങ്ങൾ സ്വീകരിക്കുന്നതിനുള്ള ഒരു സംവിധാനം നമ്മുടെ ദീർഘവീക്ഷണമുള്ള ഭരണഘടനാ നിർമ്മാതാക്കൾ നൽകിയിട്ടുണ്ട്. ഭരണഘടനയിലൂടെ സാമൂഹ്യനീതിയും എല്ലാവരെയും ഉൾക്കൊള്ളുന്ന വികസനവുമായി ബന്ധപ്പെട്ട നിരവധി ലക്ഷ്യങ്ങൾ നാം നേടിയിട്ടുണ്ട്. ഒരു പുതിയ സമീപനത്തിലൂടെ രാഷ്ട്രങ്ങളുടെ കൂട്ടായ്മയിൽ നാം ഇന്ത്യയ്ക്ക് ഒരു പുതിയ സ്വത്വം നേടിക്കൊടുക്കുകയാണ്. ഇന്ന് ഒരു മുൻനിര സമ്പദ്വ്യവസ്ഥ എന്നതിലുപരി നമ്മുടെ രാജ്യം വിശ്വബന്ധു എന്ന നിലയിൽ ഈ പങ്ക് വളരെ മികച്ച രീതിയിൽ നിർവഹിക്കുന്നു. നാം പഠിച്ച പാഠങ്ങൾ വരും തലമുറകളിലേക്ക് പകർന്നു നൽകണമെന്ന് രാഷ്ട്രപതി ഊന്നി പറഞ്ഞു. 2015 മുതൽ എല്ലാ വർഷവും ഭരണഘടനാ ദിനം ആഘോഷിക്കുന്നത് നമ്മുടെ അടിസ്ഥാന രേഖയായ ഭരണഘടനയെക്കുറിച്ച് യുവാക്കൾക്കിടയിൽ അവബോധം വർദ്ധിപ്പിക്കുന്നതിന് സഹായിച്ചിട്ടുണ്ട്. ഭരണഘടനാപരമായ ആശയങ്ങൾ ജീവിതത്തിൽ ഉൾപ്പെടുത്താൻ അവർ എല്ലാ സഹപൌരന്മാരോടും അഭ്യർത്ഥിച്ചു. 2047ഓടെ ഒരു വികസിത ഭാരതം കെട്ടിപ്പടുക്കുക എന്ന ദേശീയ ലക്ഷ്യത്തിലേക്ക് അർപ്പണബോധത്തോടെ മുന്നോട്ടു പോകാനും രാഷ്ട്രപതി ആഹ്വാനം ചെയ്തു.